വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു നിയോഗം പോലും വെറുതെ ആവില്ല. എൻ്റെ അനുഭവം അതാണ്. ഞാൻ പാടിച്ചിറ പള്ളിയിൽ നിന്ന് പോന്നപ്പം അവിടെയുള്ള മിഷലികാരാന്ന് തോന്നുന്നുണ്ട് എനിക്ക് എഴുതിയൊരു യാത്രാക്കുറിപ്പിൽ അവരിങ്ങനെ എഴുതി, അൾത്താരെ പ്രണയിച്ച വൈദികനെന്ന്. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം അതാണ്. ഞാനത് ശരിക്കും അത് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം പുരോഹിതൻ ആരെയാണ് വരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈശോയെ വരിച്ചു എന്ന് പറയാൻ പറ്റില്ല, സന്യസ്തരെ പോലെ. കാരണം സന്യസ്തരെ സംബന്ധിച്ച് ഈശോ മണവാളൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഈശോയെ വരിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം പുരോഹിതൻ പറഞ്ഞാൽ ഈശോയുടെ പകരക്കാരനായിട്ട് പ്രവർത്തിക്കേണ്ട ഒരാളാണല്ലോ. അപ്പോൾ അങ്ങനെ പറ്റത്തില്ല. തിരുസഭ എന്ന് പറയുമ്പോൾ തിരുസഭ ഈശോയുടെ മണവാട്ടിയാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലേക്ക് തമ്പുരാൻ തന്ന ചിന്തയാണ്, നിൻ്റെ സ്വന്തമായിരിക്കേണ്ടതും നിൻ്റെ പങ്കാളിയായിരിക്കേണ്ടതും നിൻ്റെ ജീവിതമായിരിക്കേണ്ടതും ബലിപീഠമാണ്. ഒരു പുരോഹിതനെന്നും ചുംബിക്കുന്നതും ബലിപീഠത്തെയാണ്. അപ്പം ബലിപീഠത്തെ പ്രണയിക്കാനും ബലിപീഠത്തെ വരിക്കുവാനും സാധിക്കുമ്പോഴാണ് പൗരോഹിത്യം അനുഗ്രഹപ്രദമാവുന്നത്.